എങ്ങോട്ടാ? ആരടെ? അങ്ങോട്ട് പോവാണോ? ആദ്യം നമ്മൾ ഇങ്ങോട്ട് പോവാം. നമുക്ക് അമ്പലത്തിൽ പോവാം. എന്നിട്ട് തൊഴുതിട്ട് അപ്പാച്ചിയുടെ അടുത്തോട്ട് പോവാം. ഓക്കെ അല്ലേ? എന്നാ മേടിച്ചു കൊടുക്കുന്നു? അപ്പാച്ചിക്ക് വല്ലതും മേടിച്ചു കൊടുക്കുന്നുണ്ടോ? ഒരു ഷർട്ട് വാങ്ങി കൊടുക്കാം. അമ്പലത്തിൽ പോവാം. ഓക്കെ. ഞങ്ങളിത് ATM വന്ന് പൈസ എടുക്കണം. മഞ്ഞവട്ടം മൂത്തേക്കടിക്കുന്നു. പള്ളിപ്പടി ജംഗ്ഷനും കഴിഞ്ഞ് പാതിപ്പാറ വഴി ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലൂടെ ഞാൻ പോലെ കുത്തി വെക്കാനൊക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഹെൽത്ത് സെൻ്ററാണ് ഇവിടുത്തെ. ചെറുവള്ളിത്തോട്ടത്തിലേക്ക് കയറിയിരിക്കുകയാണ്. രാത്രിയിൽ സഞ്ചരിക്കാൻ പഴകുന്ന വഴികളായിട്ട് രാത്രി ആരും ചെറുവള്ളിത്തോട്ടം എന്ന് പറയുന്നത് പിന്നെ റോഡെല്ലാം വികസിച്ചു. എപ്പോഴും വണ്ടിയൊക്കെ എന്നാലും ആൾക്കാർ ഒറ്റയ്ക്കൊന്നും ആരും വരികയല്ല. നേരെയല്ലേ നേരെ നമ്മുടെ അഞ്ചുകുഴി പഞ്ചതീർത്ഥ പരാശക്തി അവിടെ നിന്ന് അപ്പുറേ പോകുമ്പോൾ ഇപ്പോൾ എസ്റ്റേറ്റിൻ്റെ മെയിൻ ഇതിലായി വഴിയിലായി. എന്താ കുഴികൾ കാണുന്നുണ്ടോ? ഓപ്പറേഷൻ സിന്ദൂരുണ്ട്. വഴി ഇച്ചിരി മോശമാണ്. ഇച്ചിരിയല്ല, നല്ല മോശം. ഒത്തിരി ആൾക്കാരൊക്കെ ആൾക്കാര് വരുന്നാല് ഇത് ഈ വെള്ള ഒഴുക്കിന്റെ ഇത് കണ്ടോ? ഈ വെള്ളം ഒഴുകി 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 അങ്ങ് പോയിരിക്കുന്നു. ബോർഡ് വെച്ചിട്ടുണ്ട്. നീ ഇങ്ങോട്ട് മൺറോഡാണ്. റോഡ് ശരിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഉത്സവമായിരുന്നോണ്ട് ആണ്ടേ. ഞാൻ അങ്ങോട്ട് നോക്കാം. തോട്ടം പശുക്കൾ ഇവിടുത്തെ ആൾക്കാരുടെ നമ്മുടെ അവിടെ ആയിരിക്കും അല്ലേ? ആകാശം മുട്ടയാ മലകള് നിൽക്കുന്നത്. കടല് പോകുന്നത് നേരെ അപ്പുറം മുക്കട എന്നുള്ള വഴിയാണ്. അതുവഴി അവിടെ നിന്നുള്ളവരൊക്കെ അതുവഴിയാണ് വരുന്നത്. ഇത് ഈ വഴി നേരെയുള്ള വഴി. അവിടെ നിന്നും വളച്ചുവാതിലുണ്ട്. എന്നാ പറ, അവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. താമസില്ല, നോക്കാം. എന്തോ ഇവിടെ മഹാദേവനെ വണ്ടി ഞങ്ങളിവിടെ സൈഡിൽ വെച്ച്. കാരണം വഴി ഈ വെള്ളം ഒഴുകി ഇച്ചിരി മോശമായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അല്ല ഞങ്ങൾ അങ്ങ് വരെ കൊണ്ടുവന്നായിരുന്നു. വഴി മോശമാണ്. ഇന്ന് അത്യാവശ്യം നല്ല ആളുണ്ട്. ആണ് അമ്പലം കോമ്പാറമല ക്ഷേത്രം മേളിൽ ഫ്രണ്ടിൽ കൂടെ നമുക്ക് വേണം കയറാൻ. എല്ലാം തോട്ടത്തിൽ കൂടെ ഉള്ള വഴികൾ. അതിൻ്റെ 30. നമ്മുടെ ബന്ധക്കാരൻ പയ്യനാണിത്. അവനും അവൻ്റെ കൂട്ടുകാരനോട് വന്നു. ഈ കഞ്ഞിയുണ്ട്, അന്നദാനമായിട്ടുള്ള വഴിപാട് കഞ്ഞിയുണ്ട്. അതൊന്ന് കഴിക്കാൻ പോകണം.
അങ്ങനുണ്ട് കഞ്ഞി. കഞ്ഞി കുടിക്കുന്ന സ്ഥലമേ. ഞങ്ങൾ കഞ്ഞി കുടിച്ച് കഴിഞ്ഞു. നല്ല തിരക്കാണ്. ഞാൻ ആദ്യം നിന്നോണ്ടാണ് കഴിച്ചത്. കഞ്ഞി, പയറ്, അച്ചാറ്, മോരൊക്കെയുണ്ട്. അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി കഞ്ഞിയൊക്കെ കുടിച്ചു. ഇനിയിപ്പം നേരെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തിരക്കൊന്നും ഇല്ലെങ്കിൽ അഞ്ചുകുഴിയിലും കൂടെ ഒന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകാം. നല്ല തിരക്കായിരുന്നു. കുറച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളതല്ലേ. ഞാൻ പൂവമ്പാറ അമ്പലത്തിൻ്റെ ഡീറ്റെയിൽ എല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ പോവാം. പോകയാം. അങ്ങനെ നമ്മൾ പഞ്ചതീർത്ഥ പരാശക്തിയിലും കൂടെ വന്നേ. ഇവിടെ കൂടെ കയറാം. ഭയങ്കര വെയില. എല്ലാവരും പോയി. സമയം 10:45. ഞാൻ ഒത്തിരി തവണ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര വന്നാലും നമ്മളാ പോകുന്ന എത്ര വീഡിയോ എടുത്തെന്ന് പറഞ്ഞാലും വീണ്ടും നമ്മളെടുക്കും. നമുക്കതൊക്കെ ഉള്ളൂ കാണിക്കാം. പ്രത്യേകിച്ച് വേറെ കണ്ടൻറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ വീണ്ടും പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അത് നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എൻ്റെ വീഡിയോ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഒത്തിരി സെലിബ്രിറ്റികളൊക്കെ ഇവിടെ വരുന്ന, ഒത്തിരി ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ കൂടുതൽ വരുന്നു. നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് വെള്ളമെല്ലാം കുറഞ്ഞു കേട്ടോ. ഇവിടെ നേരത്തെ വീഡിയോ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോഴും അല്ലെന്ന് തോന്നുന്നു. CCTV നിരീക്ഷണത്തിലാണെന്നൊക്കെ വീഡിയോ ചെയ്യരുതെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. വരുന്ന വലിയ ആൾക്കാർ വരുമ്പോൾ എടുക്കുകയും ചെയ്യും. അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലതാണ്. ദുരുപയോഗം ചെയ്യാനൊന്നുമല്ല, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ കൂടുതൽ പ്രശസ്തി ആകുക. നമ്മളല്ല, അമ്പലവും നമ്മൾ കാണിക്കുന്ന സ്ഥലങ്ങളല്ല. കുഞ്ഞുറവയുണ്ട് ഈ സൈഡിൽ കൂടെ. എല്ലാം പാറയല്ല. നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ. പഞ്ചതീർത്ഥ പരാശക്തിയുടെ താഴ്ഭാഗമാണ്. ഇവിടെ നമ്മൾ നേരത്തെ വരുമ്പോൾ ഭയങ്കര വെള്ളമാണ്. ഇപ്പം നല്ല ഒഴുക്കായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് കണ്ട വെള്ളമെല്ലാം പറ്റി നല്ല ചെറുതായിട്ട് ഒഴുകി ഇങ്ങനെ പോകും. ഇപ്പം മേളിലുണ്ട്, അവിടെ പോയി തൊഴണം. ഇപ്പം നമ്മൾ ഇക്കരത്തെ സൈഡിൽ വന്നു. നല്ല പ്രകൃതി രമണീയമായിട്ട് കിടക്കും. നല്ല തണുപ്പ്, ചെറിയ കാറ്റ്, തോട് ഒഴുകുന്നതിൻ്റെ നല്ല കളകളമാർന്ന ശബ്ദവും. ഓടിപ്പോന്ന വീഡിയോ. പയ്യെ പോ. ഞാനിതിൻ്റെ ഐതിഹ്യമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പഞ്ചപാണ്ഡവന്മാർ നേരത്തെ വന്ന് ഇവിടെ വനവാസകാലത്ത് ഇവിടെ വന്ന് ഒളിച്ച് താമസിച്ചായിട്ടാണ് പറയപ്പെടുന്നത്. അതിൻ്റെ നടുക്ക് 5 കുഴിയുണ്ടെന്നാണ് പറയുന്നത്. 5 കിണർ. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർ 5 കുഴി എന്നാണ് പറയുന്നത്. പിന്നെ അത് പഞ്ചതീർത്ഥ പരാശക്തി എന്നുള്ള രീതിയിൽ പേരായി. ആദ്യമൊക്കെ ഇവിടുത്തെ ചെറിയൊരു ഇതുപോലെ മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞാണ് ഇത്രയും പേരും പ്രശസ്തിയൊക്കെ ആയത്. ശരിക്കും ഇവിടെ ഒരു വിഗ്രഹമോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നമ്മൾ പ്രകൃതിയെ ആരാധിക്കുന്നു, പ്രകൃതിയെ ദേവിയായി കണക്കാക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ചെറിയ പ്രതിഷ്ഠകളെല്ലാം മേളിലും താഴെയായിട്ടുണ്ട്. ഇത് പഞ്ചവനം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. പഞ്ചവനം. ഇതാണ് പഞ്ചവനം. ഇതാണ് പഞ്ചവനം.
അപ്പോൾ ഞങ്ങൾ പഞ്ചതീർത്ഥ പരാശക്തി ഒന്ന് തൊഴുതു വഴിപാടെല്ലാം കഴിച്ചു എണ്ണയെല്ലാം മേടിച്ച് കത്തിച്ചു. നല്ല വെയിലാണേ. അപ്പോൾ തിരിച്ചു പോവാം കുഞ്ഞാപ്പൂ. ഇങ്ങോട്ട് നോക്കി മാങ്ങ എന്തി. അതുവഴിയാണ് നമ്മൾ പോയത്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അതുവഴി കയറി കണ്ടോ വഴി, അതുവഴി കയറി നമ്മൾ പഞ്ചവനത്തിലോട്ട് പോയത്. ഇതുണ്ടോ, ഇതാ ഓരോ കുഴികളോ. ഞാൻ അക്കരയൊന്നും കാണിച്ചില്ല അത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 2 ക്ഷേത്രങ്ങളിലാണ് പോയത്. ഒന്ന് പൂവമ്പാറ വല്യച്ഛൻ്റെ അടുത്തും ഒന്നിവിടെ പഞ്ചതീർത്ഥ പരാശക്തി. ഇന്ന് അതിശക്തമായ വെയിലാണ്. ഇന്നലെ മഴ പെയ്തില്ല, ഇന്ന് മഴ കാണും. ഇന്ന് ഭയങ്കര വെയിലാണ്. പിന്നെ ഈ തുറസായ പ്രദേശമല്ല, അപ്പോൾ ഒന്നുകൂടെ ചൂട് കൂടും. അടിപൊളി. നോക്കിയേ ചെത്തിപ്പൂ നിൽക്കുന്നുണ്ട്, അടിപൊളിയല്ലേ, എന്താ ഭംഗിയല്ലേ. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാവേ. അപ്പോൾ ചിലപ്പോൾ ഇതിനൊരു തുടർച്ചയായിട്ട് ബാക്കി വീഡിയോ കാണും, അല്ലെങ്കിൽ സെപ്പറേറ്റായിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ.